ചെങ്ങായിമാരെ നമ്മൾ ഗുരുവായൂരപ്പം വിളിച്ചു കൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയാക്കി നിർത്തിയ നമ്മൾ ഒട്ടാം ഗോപാലട്ടെ 8 നിലയെ പൊട്ടിയതിൽ ഗോപാലാട്ടനും സംഖ്യക്കും വളരെ സങ്കടമുണ്ട് കേട്ടോ. എന്നാലും നമ്മളെ ഗുരുവായൂരപ്പനെ ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന് നമ്മളെ ഗോപാലാട്ടനും സംഖ്യകളും പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നത്. നമ്മളെ ഗോപാലാട്ടൻ പറയുന്നത് എന്താ വെച്ചാൽ ഗുരുവായൂരപ്പൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ 1ാം സ്ഥാനമില്ലെങ്കിൽ 2ാം സ്ഥാനം നമ്മൾ ഗോപാലാട്ടന് കൊടുക്കാൻ പറ്റുന്നതാണ് നമ്മൾ ഗോപാലാട്ടൻ പറയുന്നത്. അങ്ങനെ 2ാം സ്ഥാനം പോലും കൊടുക്കാത്തതുകൊണ്ട് എനിക്ക് ഗുരുവായൂരപ്പനായിട്ട് നമ്മൾ ഒട്ടാം ഗോപാലുണ്ടല്ല യാതൊരു ബന്ധുവില്ലാന്ന് അവര് പറയുന്നത്. എന്തായാലും നമുക്ക് ഗുരുവായൂർ 8 നിലയെ പൊട്ടിയ ശേഷം കിളിമാറിപ്പോയ നമ്മൾ ഒട്ടാം ഗോപാലട്ടൻ അതിനുശേഷം പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ കേൾക്കാലോ. എന്താണ് പറഞ്ഞത് മൂപ്പർക്കോ എനിക്കോ ഒരാൾക്കും തിരിയില്ല. എന്താ നമുക്ക് കേൾക്കാം. ഒന്ന് ഞാൻ പറയാം. എന്നെ ഇവിടേക്ക് ക്ഷണിച്ചത് ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഞാൻ സൂചിപ്പിച്ച കാര്യവുമായി ബന്ധപ്പെട്ടതുകൊണ്ട് ആണ് എന്നെനിക്കറിയാം. അത് സ്വാമിജി സൂചിപ്പിക്കുകയും ചെയ്തു. ഞാൻ ഒരു കാര്യം ആണയിട്ട് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. ആരെതിർത്താലും ആരംഗീകരിച്ചാലും എത്ര തോറ്റാലും എത്ര ജയിച്ചാലും ഞാൻ ആദ്യം ആരുടെയൊക്കെ നെറ്റി ചുളുങ്ങിയാലും അസന്നിഗ്ധമായി പറയാൻ ആഗ്രഹിക്കുന്നു, ഞാൻ ആദ്യം ഒരു ഹിന്ദുവാണ് എന്ന് വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഹിന്ദുവാണ്, അതിനുശേഷമേ ഞാൻ BJP ഉള്ളൂ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഒട്ടകം ഗോപാലകൃഷ്ണ, നീ ഹിന്ദു അല്ലാന്ന് ആരെങ്കിലും പറഞ്ഞാ? ഇനി നീ ഹിന്ദു അല്ലാന്ന് നിനക്കെന്തെങ്കിലും സംശയമുണ്ടാ? അതായത് നിങ്ങൾ വേറെ ഏതെങ്കിലും മതാന്ന് പറഞ്ഞ് ആരെങ്കിലും തെളിവുണ്ടെന്ന് നിങ്ങളെ കാണിച്ചിട്ടുണ്ടാ? കാരണം അങ്ങനെ പേടിയുള്ളവരാണല്ല 24 മണിക്കൂറും ഞാൻ ഹിന്ദുവാണെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. പിന്നെ നിങ്ങൾ പറഞ്ഞ് നിങ്ങൾ BJP ആണെന്ന്. അങ്ങനെ പറയേണ്ട ആവശ്യം എന്താണ് ഗോപാല? ഒന്നാമത് ഇത്രമാത്രം പച്ച വർഗീയതയും അതിന്റെ കൂടെ തലയിൽ ചാണകമുള്ള ആള് വേറെ ഒരു പാർട്ടിയിലും ഉണ്ടാവില്ലാന്ന് എല്ലാവർക്കും അറിയാം. എന്തായാലും നമുക്ക് ഈ ഇലക്ഷനിൽ പൊട്ടിയ ശേഷം നമ്മൾ ഗോപാലായിട്ടുണ്ടല്ല ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിന്, ഒരു ഒന്നൊന്നര പോസ്റ്റ്. ആ പോസ്റ്റ് ഒന്ന് വായിച്ചാലോ. അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ. നമസ്കാരം. തോൽവിയുടെ നിരാശ കലർന്ന ന്യായീകരണം ഞാൻ നടത്താറില്ല. ജയം തന്നെയാണ്. ഗുരുവായൂരിലെ തോൽവി അംഗീകരിക്കുന്നു. അക്ബറിന് വിജയാശംസകൾ. എന്റെ ഗോപാലകൃഷ്ണ, അങ്ങനെയൊന്നും അത്ര എളുപ്പത്തിലൊന്നും നിങ്ങൾ ഈ തോൽവി അംഗീകരിക്കില്ലാന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഇതൊക്കെ നമ്മൾ ഒട്ടാം ഗോപാലന്റെ ചെറിയൊരു നമ്പറിലെ നിങ്ങൾ കണ്ടോ 2 ദിവസം കഴിഞ്ഞാൽ ഈ തോൽവിയിലുണ്ടല്ല പച്ച വർഗീയത കുത്തിക്കേറ്റിക്കൊണ്ട് നമ്മളെ ഒട്ടാം ഗോപാലട്ടൻ ഇനിയും വരും. നമ്മളെ ഗോപാലന്റെ എഴുത്ത് കഴിഞ്ഞില്ല, കുറച്ചും കൂടി ബാക്കിയുണ്ട്. ഒരു കാര്യം അതിനോടൊപ്പം സൂചിപ്പിക്കുന്നു. ഗുരുവായൂരിലെ തെരഞ്ഞെടുപ്പ് ഫലം ഞാൻ തിരഞ്ഞെടുപ്പ് സമയത്ത് മുൻപോട്ട് വെച്ച യാഥാർത്ഥ്യത്തെ ഒരിക്കൽ കൂടി തെളിയിക്കുന്നു. ഗുരുവായൂർ നിയോജക മണ്ഡലത്തിൽ അക്ബറാണ് വിജയിച്ചത്. അതേ ഗോപാലകൃഷ്ണ, അക്ബറാണ് വിജയിച്ചത്. നിങ്ങൾ തന്നെയല്ലേ വിജയിച്ച അക്ബറിന് എല്ലാ ആശംസയും നേർന്നത്. പിന്നെ നിങ്ങൾ വീണ്ടും അക്ബറാണ് വിജയിച്ചെന്ന് എന്തിനാ ഇങ്ങനെ പറയുന്നത്? പിന്നെ നിങ്ങളുണ്ടല്ല ഗുരുവായൂരെ ജനങ്ങളോട് ഒരു ഹിന്ദുവിനെ വിജയിപ്പിക്കാൻ പറഞ്ഞ് ഗുരുവായൂരിലെ ജനങ്ങൾ എന്ത് ചെയ്ത്? ഒരു നല്ല മനുഷ്യനെ അവിടെ വിജയിപ്പിച്ചു. അതിപ്പം ഗോപാലകൃഷ്ണ ഗുരുവായൂരപ്പൻ വിചാരിച്ച് അവിടെ ഒരു മനുഷ്യൻ വിജയിച്ചാൽ മതിന്ന്, ഒരു സംഖ്യ വിജയിക്കേണ്ടെന്ന്. അതുകൊണ്ട് ഗുരുവായൂരപ്പൻ തന്നെ അവിടെ ഉണ്ടല്ല ഒരു മനുഷ്യനെ വിജയിപ്പിച്ചു. ഗുരുവായൂരപ്പൻ ഒരു കാര്യം വിചാരിച്ചു അത് മാറ്റാൻ വേണ്ടി സംഖ്യകളെ കൊണ്ടോ ഗോപാലകൃഷ്ണനെ കൊണ്ടോ ഒരിക്കലും പറ്റില്ലല്ലോ. നമ്മളെ ഗോപാലകൃഷ്ണനല്ല തോറ്റിട്ടും ഇതുപോലെ 8 നിലയെ പൊട്ടിയിട്ടുണ്ടല്ല ആ ചൊറിച്ചിലൊക്കെ തീരുന്നില്ല കേട്ടാ. കുറച്ചുകൂടി ബാക്കിയുണ്ട്, അതും കൂടി ഞാൻ വായിക്കാം. എങ്കിലും ചരിത്രത്തിലെ ഏറ്റവും അധികം വോട്ട് BJPക്ക് വേണ്ടി മണ്ഡലത്തിൽ എനിക്ക് നേടാനായി. ഇലക്ഷന് തൊട്ട് മുൻപ് മാത്രം മണ്ഡലം മാറി ഗുരുവായൂരിലെത്തി മത്സരിച്ച എനിക്ക് കിട്ടിയ വോട്ട് വർധനയും തീർച്ചയായും എന്റെ ആശയത്തിനുള്ള പിന്തുണയാണ്. BJP ഒരിക്കലും ജയിക്കില്ല എന്ന് മാധ്യമങ്ങളും മറ്റുള്ളവരും കൂടി തള്ളിക്കളഞ്ഞ മണ്ഡലത്തിൽ കൂടുതൽ വോട്ട് നൽകിയ എല്ലാവർക്കും നന്ദി. എല്ലാം എന്റെ പൊന്ന് ഗോപാലകൃഷ്ണട്ടാ, മാധ്യമങ്ങളും ജനങ്ങളൊക്കെ നിങ്ങളവിടെ തോൽക്കെന്ന് പറഞ്ഞിട്ട് നിങ്ങളിപ്പം അവിടെ വിജയിച്ചിട്ടൊന്നുമില്ല. നിങ്ങളവിടെ തോറ്റു എന്ന് പറഞ്ഞാൽ 3ാം സ്ഥാനത്ത് 8 നിലയെ പൊട്ടിയിട്ടാ ഉള്ളത്. അങ്ങനെ നിങ്ങൾ 8 നിലയെ പൊട്ടിയെന്ന് നിങ്ങൾ തന്നെ ആദ്യം സമ്മതിക്ക് എന്റെ ഗോപാലകൃഷ്ണ. പിന്നെ ഗോപാലകൃഷ്ണൻ പറഞ്ഞ് ഇലക്ഷന് തൊട്ട് മുന്നേ ഗുരുവായൂരപ്പൻ വിളിച്ചിട്ടാണ് ഞാൻ മണ്ഡലം മാറിയിട്ട് അങ്ങോട്ടേക്ക് വന്നതെന്ന്. എന്റെ ഗോപാലകൃഷ്ണ, നിങ്ങൾ മണ്ഡലം ഉണ്ടല്ല മാറി വന്നതല്ല, നിങ്ങളെ ഉണ്ടല്ല മണ്ഡലം മാറ്റിയിട്ട് നിങ്ങളെ മുതലാളി ഉണ്ടല്ല ചന്ദ്രശേഖരൻ മുതലാളി മണ്ഡലം മാറ്റിയിട്ട് പറഞ്ഞു വിട്ടതാണ്. അതായത് നിങ്ങൾ ആദ്യം മത്സരിക്കാൻ വിജയിച്ച സ്ഥലം ഉണ്ടല്ല, ആ സ്ഥലം ഉണ്ടല്ല നമ്മുടെ ചന്ദ്രശേഖരൻ മുതലാളി ജെട്ടി സാബുന് വിറ്റ്. ജെട്ടി സാബ് ഉണ്ടല്ല നല്ല കാശ് കൊടുത്തിട്ട് ആ മണ്ഡലം വാങ്ങിയിട്ട് ജെട്ടി സാബിന്റെ ഏതോ ഒരു ജെട്ടി സ്ഥാനാർത്ഥിനെ കൊണ്ടത് ആടിയിട്ടിനി. അതുകൊണ്ടാണ് നിങ്ങൾ ആ മണ്ഡലത്തിൽ നിന്ന് ഇങ്ങനെ അടിച്ചോടിച്ചത് എന്റെ ഗോപാലകൃഷ്ണ. എന്നിട്ടുണ്ടല്ല ചന്ദ്രശേഖരൻ മുതലാളി നിങ്ങളോട് പറഞ്ഞ് അവിടെ ചെന്നിട്ടാകുമ്പം ഗുരുവായൂരപ്പൻ വിളിച്ചിട്ടാണ് അങ്ങോട്ട് വന്നതെന്ന് എല്ലാവരോടും പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾ അത് തന്നെ മാധ്യമങ്ങളോടും ജനങ്ങളോടും മൊത്തം പറഞ്ഞ് ഗുരുവായൂരപ്പൻ വിളിച്ചിട്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് വന്നതെന്ന്.
അങ്ങനെ അതോടുകൂടി ഗോപാലകൃഷ്ണ നിങ്ങളുണ്ടല്ല കേരളത്തിലെ ഏറ്റവും വലിയ കോമഡി പീസായി. ഇപ്പം ജനങ്ങളുണ്ടല്ല ഗോപാലകൃഷ്ണനെ കുറിച്ച് എന്താ പറയുന്നറിയാം. ഗുരുവായൂരപ്പൻ ഗോപാലകൃഷ്ണൻ ഉണ്ടല്ല വിളിച്ചു കൊണ്ടുപോയിട്ട് ഗുരുവായൂർ നെട്ടുന്നലെ പൊട്ടിച്ചെന്ന്. ഗുരുവായൂരപ്പൻ തന്നെ കൊണ്ടുപോയിട്ട് ഗുരുവായൂരപ്പൻ തന്നെ നിങ്ങളെ പൊട്ടിച്ചെന്ന്. എന്തൊരു വിധിയാണ് ഗോപാലകൃഷ്ണ നിങ്ങളത്, എന്തൊരു വിധിയാണ്. ഞാനൊരു കാര്യം പറട്ടെ, ഇതിനൊക്കെ കാരണമുണ്ടല്ല ആ ചന്ദ്രശേഖരൻ മുതലാളിയാണ്. അയാളാണ് നിങ്ങളെ ഇമാതിരി പറ്റിച്ചത്. ഇനി ഞാനുണ്ടല്ല വേറൊരു ടീമിനെ കാണിച്ചേട്ടാ. ഈ തോൽവി സമ്മതിക്കാത്ത ഒട്ടകം ഗോപാലില്ലേ, ഇയാളെക്കാളും കഷ്ടമാണ് ആ ടീം. അത് വേറെ ആരുമല്ല, നമ്മുടെ വിസർജനം ടിവിയാണ്. ആ വിസർജനം ടിവി എന്താ പറയുന്നറിയാ, പാലക്കാട് തോറ്റത് നമ്മളെ ശോഭാ സുരേന്ദ്രനല്ല, പിഷാരടി ഉണ്ടല്ല. പിഷാരടി വിജയിച്ചുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ തോറ്റത് നിങ്ങൾക്ക് തോന്നിയാന്ന്. നമുക്കെന്തായാലും വിസർജനം പറയുന്ന ആ മനോഹരമായ കോമഡി കൂടി കേട്ടാലോ. പാലക്കാട് BJP മികച്ച പ്രകടനമാണ് നടത്തിയത്. ശോഭാ സുരേന്ദ്രനെ വോട്ട് മറിച്ച് CPM-ഉം കോൺഗ്രസും കൂടി ഡീലിലൂടെ പരാജയപ്പെടുത്തിയെങ്കിലും പാലക്കാടും മലമ്പുഴയിലും BJP രണ്ടാം സ്ഥാനത്ത് തന്നെയുണ്ട്. അരുൺ ആലത്തൂർ വിശദാംശങ്ങളുമായി ചേരുകയാണ്. അരുൺ, ഈ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലേക്ക് വരികയാണെങ്കിൽ ഇടതുപക്ഷത്തിന്റെ വോട്ടുകൾ എവിടെ പോയി എന്ന ചോദ്യമുണ്ട്. ഏതാണ്ട് 5000-ഓളം വോട്ടുകൾ പിഷാരടിക്ക് മറിച്ചു കൊടുത്തിരിക്കുന്നു CPM എന്നത് കണക്കുകളിലൂടെ വ്യക്തമാകും. ഞാൻ പറഞ്ഞില്ലേ, ഇവരൊരിക്കലും സമ്മതിക്കൂല. ഇവരെ ജനങ്ങളാണ്, പാലക്കാട് ജനങ്ങളാണ് പരാജയപ്പെടുത്തിയെന്ന്. ഇവരൊരിക്കലും സമ്മതിക്കൂല. എന്തിന് നമ്മുടെ ശോഭേച്ചില്ലേ, മഞ്ഞൾ ശോഭേച്ചി ഇതുവരെ സമ്മതിച്ചില്ല. അവിടെ പരാജയപ്പെട്ടത് തന്നെ ഇതുവരെ സമ്മതിച്ചില്ല. ഇവന്റെയൊക്കെ വർത്താനം കേൾക്കുമ്പോ അതാ തോന്നുന്നറിയാം, ശോഭാ സുരേന്ദ്രനല്ലാതെ BJP-നല്ലാതെ ഇതുവരെ പാലക്കാട് വേറെ ആരെയും വിജയിപ്പിച്ചിട്ടില്ല എന്ന്. എന്റെ സംഘികളെ, പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ എപ്പോഴെങ്കിലും ഒരു BJP-കാരൻ ഇതുവരെ ജയിച്ചിട്ടില്ല. നിങ്ങൾ എപ്പോഴും മത്സരിക്കും, എപ്പോഴും തോക്കും എന്ന് പറഞ്ഞാല് 8 നിലയെ പൊട്ടിട്ടാകുമ്പം സ്ഥിരമായിട്ട് പറയും CPM കോൺഗ്രസിന് വോട്ട് മറിച്ചെന്ന്. ഇത് സ്ഥിരം നിങ്ങളുടെ പരിപാടിയാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾക്ക് കിട്ടാതെ പോയ വോട്ടുകളെന്നറിയാം. നമ്മളെ ശോഭിച്ചിട്ടുണ്ടല്ല, പൈസ കൊടുത്ത് കുറച്ച് വോട്ട് വാങ്ങാൻ നോക്കിയിട്ടില്ലേ, ആ വോട്ട് ഉണ്ടല്ല നിങ്ങൾക്ക് കിട്ടിയില്ല. അങ്ങനെയാണ് നിങ്ങൾ ശോഭിച്ച് 8 നിലയെ പൊട്ടിയത്. അത് ആദ്യം അംഗീകരിക്കട്ടാ. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇതൊക്കെ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അംഗീകരിക്കണമെങ്കിൽ അടുത്ത ഇലക്ഷനിലെ അടുത്ത നിയമസഭ ഇലക്ഷൻ വന്നാലും പറ്റൂല. നിങ്ങൾ ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ തോറ്റിന്ന് നിങ്ങളെ തന്നെ സമ്മതിപ്പിക്കാൻ വേണ്ടി ഞാൻ എത്ര വീട് ചെയ്യേണ്ടി വരും എന്റെ പടച്ചോനെ. എന്തായാലും ഗുരുവായൂരപ്പൻ തന്നെ വിളിച്ചോണ്ടിട്ട് ഗുരുവായൂരപ്പൻ തന്നെ 8 നിലയെ പൊട്ടിച്ച ഒട്ടാം ഗോപാലകൃഷ്ണനും ആ തോൽവി ഇതുവരെ അംഗീകരിക്കാത്ത സംഖ്യക്കും ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.